നമസ്കാരം. മുഖ്യമന്ത്രിയാകാൻ മുല്ലപ്പള്ളിയും VM സുധീരനും എങ്ങനെയുണ്ട്? രസകരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ? മുതിർന്നവരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് സീറ്റ് വേണം. കോൺഗ്രസിനെ തോൽപ്പിക്കാനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ വലിയ തർക്കമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ചകെട്ടി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരികയാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രിയും മന്ത്രിയുമാകണം. ചിലപ്പോൾ അവസാനത്തെ ആഗ്രഹങ്ങളായിരിക്കും. അത് സാധിച്ചു കൊടുക്കേണ്ടത് ആ പാർട്ടിയുടെ ഒരു അവരുടെ തന്നെ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കേണ്ടത് ആ പാർട്ടിയുടെ തന്നെ ഒരു തീരുമാനമാവുകയും വേണം. പക്ഷെ അതൊക്കെ എത്രത്തോളം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം UDF ഇപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു പശ്ചാത്തലമുണ്ടായല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആകെയുള്ള ഒരു വിലയിരുത്തലും കണക്കുകൂട്ടലും ഒക്കെ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തിരഞ്ഞെടുപ്പ് നയിക്കുന്നത് എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒന്നിലധികം നേതാക്കൾ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവുമില്ല. അത് പൊതുസമൂഹത്തിന് അറിവുള്ളതുമാണ്. അതിൽ ആദ്യത്തെ പേരുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിന്റെ MP-യും മുൻ KPCC പ്രസിഡന്റുമായിട്ടുള്ള K. സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് സജീവമായിട്ട് തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി കണ്ണൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ദേശീയ തലത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഈ ലോക്സഭയുടെ ഇദ്ദേഹത്തിന്റെ തോളിലാണല്ലോ വയ്ക്കുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാം സാറേ. അത് മറ്റൊന്നും കൊണ്ടല്ല, അഥവാ വിജയിച്ചു പോയാൽ ഒരു മന്ത്രിയാകാം. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞാലോ, വേണമെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാമല്ലോ. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്തത്? ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിന്തുണയോടെ അദ്ദേഹം കണ്ണൂരോ മറ്റു മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയില്ല. ഇനിയും ഇത്തരത്തിലുള്ള ആൾക്കാരെ മത്സരിപ്പിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇനി വേറെ ഉണ്ട്. മുൻ KPCC പ്രസിഡന്റും വടകരയുടെ മുൻ MP-യുമായിട്ടുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ. മുല്ലപ്പള്ളി രാമേന്ദ്രനും ഇതുപോലെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലമായിരിക്കും മുല്ലപ്പള്ളി ലക്ഷ്യമിടുന്നത്. അവിടെയും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, മരിക്കുന്നതിന് മുമ്പൊന്ന് മുഖ്യമന്ത്രിയാവുക, അതിനുശേഷം മടങ്ങുക. ഇതായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇതിന് ഇനിയുണ്ട് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് MM ഹസൻ. MM ഹസനും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തി MLA ആകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ സജീവമായിട്ടുള്ള അദ്ദേഹം തൃശ്ശൂരോ എറണാകുളമോ പോലുള്ള മേഖലകളിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതായത് മുസ്ലിം സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാകുന്നുണ്ട്. വേറെ മുസ്ലിങ്ങളൊന്നും ആ പാർട്ടിയിൽ ഇല്ലാത്തതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ പറച്ചിൽ കേട്ടാൽ. ആറ്റിങ്ങൽ MP-യും UDF കൺവീനറുമായിട്ടുള്ള അടൂർ പ്രകാശാണ് മറ്റൊരാൾ. MP സ്ഥാനം തന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതുന്ന മറ്റൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്നിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കും, വീണ്ടും ഒരു മന്ത്രിയാവുക എന്നതാണ് ലക്ഷ്യം. 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള നേതാക്കളിൽ ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇനി അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ, ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു കക്ഷിയായിരുന്നു. മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാലായി ഇങ്ങനെ പുറകിൽ നിഴലായി നിന്ന ബെന്നി ബെഹനാൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്യാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അടി തലയ്ക്ക് കിട്ടിയതോടുകൂടി അതിൽ നിന്ന് പിന്മാറി. എന്തായാലും ബെന്നി ബെഹനാനും സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നീക്കം തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയെങ്കിലും മത്സരിക്കുക. പക്ഷേ ഈ പറയുന്ന മഹാരഥന്മാരെ നിങ്ങളൊന്നും മനസ്സിലാക്കൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ അടക്കമുള്ളവരുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, നേതൃത്വം, ചടുലമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അണികളുടെ ഒരേ സ്വരത്തിലുള്ള നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് ആദ്യം മനസ്സിലാക്കുക. മാത്രമല്ല 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധത അവരെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ വിരുദ്ധതയെ വോട്ടാക്കി മാറ്റുവാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയൂ. പകരം നിങ്ങളെപ്പോലുള്ള കുറെ കടൽ കിഴവന്മാർ ഇതിനകത്ത് ഇനിയും കയറി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സ്വന്തം പ്രായം പോലും നോക്കാതെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, അവിടെ ചിലപ്പോൾ കോൺഗ്രസ് പെട്ടുപോകും. നിങ്ങൾക്കെല്ലാവർക്കും സീറ്റ് നൽകി കഴിയുമ്പോൾ ജയിക്കാൻ കഴിയുന്ന ചില യുവനിരകളിലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് സീറ്റ് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്യും, അവരാരും വിജയിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ UDF തന്നെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പാടുപെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ മാറിക്കൊടുക്കൂ. എത്രയോ തവണ
കേന്ദ്ര ക്യാബിനറ്റ് പദവി വരെ വഹിച്ച പലരും ഇന്നും സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനും കുപ്പായം തുന്നുന്നത് പരമദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇനിയുമുണ്ട് ഇതുപോലെ അധികാരമോഹികളായിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ. ഇവരെല്ലാവരും കൂടി ഈ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തന്നെ തുന്നി ഈ 2026 വിജയിച്ചു കയറാമെന്ന് പറഞ്ഞ നിയമസഭാ സീറ്റിനായിട്ട് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കഴിഞ്ഞ തവണ മത്സരിച്ച 93 സീറ്റുകളിൽ ചിലത് വിട്ടു നൽകി, അല്ലെങ്കിൽ ആ സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഇപ്രാവശ്യം എത്തുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര മോഹിച്ചെത്തുന്ന കെ സുധാകരനെ പോലുള്ള, മുല്ലപ്പള്ളിയെ പോലുള്ള ഒട്ടനവധി നേതാക്കൾ, എം ഹസനെ പോലുള്ള ഒട്ടനവധി നേതാക്കളുള്ളപ്പോൾ VM സുധീരനെ പോലുള്ള ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഇതിനകത്ത് ബാക്കിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ അവർ പറയുന്നുണ്ട്, ഈ കോൺഗ്രസിന്റെ നേതാവായിട്ട് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം വരുത്തി കൂട്ടിയ നാശം അതെന്നും ആ പാർട്ടിയെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ള നേതാവിനെ ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചവിട്ടി ഒതുക്കുന്ന നേതാക്കളടക്കം കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദർശ ശുദ്ധിയെ ബഹുമാനിക്കുന്ന ഒരു നല്ല വിഭാഗവും അതിനോടൊപ്പമുണ്ട്. പക്ഷേ എന്തായാലും VM സുധീരനെ പോലുള്ളവർക്കൊന്നും ഇനി വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്നു. MP-മാർക്ക് സീറ്റ് നൽകും. ചിലപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്ന 70 സീറ്റുകളിലെ വിജയമാണ്. ബാക്കി സീറ്റുകൾ എങ്ങനെയും നമുക്ക് തപ്പിയെടുക്കാമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. കോൺഗ്രസ് ഒരു 70 സീറ്റുകളിൽ വിജയിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 93 സീറ്റുകളിൽ മുൻപ് മത്സരിച്ചിരുന്നത് പോലെ തന്നെ അതിനകത്ത് നിന്ന് 70 സീറ്റുകളിൽ വിജയിച്ചു വന്നാൽ ബാക്കി മുസ്ലിം ലീഗ് കൂടി അവരുടെ സീറ്റ് കൊണ്ടുവന്ന് ബാക്കിയുള്ളവരോട് ചേർന്ന് 100 സീറ്റിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നുള്ള വലിയ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. എത്തുമോ എത്തില്ലെന്നൊക്കെ കണ്ടറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസിന്റെ കോൺക്ലേവിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനും പുനഃസംഘടനയ്ക്കും വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. 170ഓളം വരുന്ന മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ താഴെ തട്ടിലുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന രീതി നടപ്പിലാക്കുവാനുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ പോകുന്നു. ഈ വരുന്ന 4-5 തീയതികൾ, ജനുവരി 4-5 തീയതികളിലാണ് അത്തരത്തിലുള്ള ഒരു യോഗം വയനാട്ടിൽ നടക്കുന്നത്. ജനുവരി ആദ്യം തന്നെ AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയെ പ്രഖ്യാപിക്കും. അതിനുശേഷം ഓരോ മണ്ഡലത്തിലെയും കോർ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ അടിസ്ഥാനമാക്കിയാകും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്ക് അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുമ്പോൾ ജയസാധ്യത കണക്കിലെടുത്ത് മണ്ഡലങ്ങളെ A, B, C എന്നിങ്ങനെ തരംതിരിക്കും. 70 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് എന്നിവരുമായിട്ട് സീറ്റ് വെച്ചുമാറ്റത്തിലുള്ള സാധ്യതകൾ ആലോചിക്കുന്നുണ്ട്. ചില MP-മാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച 93 സീറ്റുകളിൽ ചിലത് വിട്ടു നൽകിയാലും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പയറ്റാൻ പോകുന്നത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണത്തെ 24 സീറ്റുകൾക്ക് പുറമെ അധിക സീറ്റുകൾക്കായിട്ട് അവകാശവാദം ഉന്നയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ വിജയ സാധ്യത കണക്കിലെടുത്ത് പഴയ മണ്ഡലങ്ങളിൽ ചെയ്തത് വച്ചുമാറാൻ കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇപ്രാവശ്യം. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും RSPക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ മാത്രം നൽകി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മൊത്തം സീറ്റ് നില എന്ന് പറയപ്പെടുന്ന 70 കടന്നു പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ചില ഹൈ പ്രൊഫൈൽ MP-മാരെ നിയമസഭയിലേക്ക് ഇറക്കുന്നതിലൂടെ BJP-യോടും LDF-നോടും ശക്തമായിട്ട് പോരാടാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് അതിലൂടെ കണക്കുകൂട്ടുന്നത്. കോൺഗ്രസ് MP-മാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന പ്രവണത അത് നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. കാരണം LDF-നെതിരെയുള്ള അതൃപ്തി ഉപയോഗപ്പെടുത്തി UDF ഭരണം തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ തന്ത്രം എന്ന് പറയപ്പെടുന്നത്. പാർട്ടി ഉടൻ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുമെന്നും 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായിട്ട് നീക്കിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യുവ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥി നിർണയം കിറാമുട്ടിയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ MLA ആയിട്ടുള്ള ഭൂരിഭാഗം പേരും സ്ഥാനമൊഴിയില്ല എന്നിരിക്കെ യുവാക്കൾക്കും വനിതകൾക്കും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളാകും നീക്കിവെക്കുക എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാവില്ല. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിജയസാധ്യത മാത്രമാകും മാനദണ്ഡമെന്ന് സതീശൻ പറയുമ്പോഴും അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്കൊരിക്കലും പറയുവാനും കഴിയില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം കൂട്ടണമെന്നുള്ള സതീശന്റെ വാദം ശ്ലാഘനീയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയമാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലുള്ള, കെ സുധാകരനെ പോലുള്ള, VM സുധീരനെ പോലുള്ള, MM ഹസനെ പോലുള്ള മുതിർന്ന നേതാക്കൾ കൂടി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം,
അതിനകത്ത് ഏതെങ്കിലുമുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന KC വേണുഗോപാലിനും VD സതീശനും K മുരളീധരനും അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും നേതാക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുഖ്യമന്ത്രി കുപ്പായം തുന്നിയവർക്ക് ഇതിനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കുന്നുവെന്നും അവരൊക്കെ വിജയിക്കുമോ എന്നുള്ള ധാരണയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മുല്ലപ്പള്ളിയോ PM സുധീരനോ മറ്റുള്ള നേതാക്കളോ ഒക്കെ പരാജയപ്പെട്ടാൽ മാത്രമേ മുഖ്യമന്ത്രി കസേരയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ രമേശ് ചെന്നിത്തലയ്ക്കും ഈ പറയുന്ന KC വേണുഗോപാലിനും.